കിട്ടുന്ന ഏതെങ്കിലും ഒരു കോഴ്സിന് പിന്നാലെ പോകുക എന്നുള്ളത് ശരിക്കും സൂയിസൈഡിലാണ്. ഹായ് ഓൾ, ഞാൻ തൃശ്ശൂരേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് സാധാരണ ചെയ്യാറില്ല, പക്ഷേ ഐ തിങ്ക് ലൈക്ക് ഒരു വ്ലോഗ് പോലെ ചെയ്യാൻ വേണ്ടി പറ്റും തൃശ്ശൂർ പോയിട്ട് ഇന്ന് ചെയ്യുന്ന ആക്ടിവിറ്റീസ് സാധനങ്ങളൊക്കെ. മീൻവൈൽ നിങ്ങൾക്ക് എന്താ പറയുക, അവിടെയുള്ള സ്റ്റാഫ് സിസ്റ്റം പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. മുഴുവനായിട്ട് കണ്ടു നോക്കുക, എന്നിട്ട് പറയാം കേട്ടോ. സോ ഞാനിങ്ങനെ ഡ്രൈവ് ചെയ്തിട്ട് നമ്മുടെ തൃശ്ശൂരിലുള്ള ഓഫീസിലെത്തിയിട്ടുണ്ട്. റെസിഡൻഷ്യലിലേക്കുള്ള പോകുന്ന വഴിയാണ്, പക്ഷേ എനിക്ക് ഇൻ ബിറ്റ്വീൻ ഓഫീസിൽ ഇറങ്ങാനുണ്ട്. അപ്പോൾ ഓഫീസും അവിടെ ഒരു ചെറിയൊരു സ്റ്റാഫ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനൊക്കെ ഉണ്ട്. സോ സ്റ്റാഫ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ട് ഞാൻ വരാം. ഞാനൊന്ന് ക്യാമറ തിരിക്കാം. നമ്മുടെ ബാക്കിൽ നമ്മുടെ ഡോപ്പനൈറ്റ് കൊച്ചി സാധനങ്ങളൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരണ്ട്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാം, ക്യാമറ ഒന്ന് തിരിക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ തൃശ്ശൂരിലുള്ള ഓഫീസ്. ശക്ത സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്താണ് വരുന്നുണ്ടാവുക. നമുക്ക് വലിയ ഓഫീസാണ് ഇത്. ഇവിടെ നമ്മുടെ ഓഫ്ലൈൻ സെൻറ്ററും ഉണ്ട് കേട്ടോ. കയറി വരുമ്പോൾ തന്നെ നമ്മുടെ റിഷാദിൻ്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെയായിട്ട് എൻ്റെ ഫോട്ടോയും നമ്മുടെ ആൾക്കാരുടെ സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ കോഴ്സ് ഓഫേഴ്സിൽ റിഷാദിൻ്റെ ഫോട്ടോ കഴിഞ്ഞ വർഷത്തെ 716 വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഡയറക്ടേഴ്സ് ക്യാബിൻ. അതിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ ഇരിക്കുന്ന സ്ഥലങ്ങളൊക്കെ. അപ്പോൾ എനിക്കിവിടെ ഞാൻ ക്വിക്കായിട്ട് തന്നെ ഒരു സ്റ്റാഫ് മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള സ്റ്റാഫിനൊക്കെ നമുക്ക് എങ്ങനെയാണ് ഇനി കുട്ടികളെ ഹെൽപ്പ് ചെയ്യേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഉണ്ട്. അപ്പോൾ നമ്മൾ അവരുടെ ഒരു മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകാം. നമ്മൾ ഡോപ്പിൽ നമ്മൾ ചെയ്തു വെച്ച പരിപാടി എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷത്തെ, അതായത് ലാസ്റ്റ് ഒരു ഇയർ അല്ല, ലാസ്റ്റ് ഒരു 3-4 വർഷത്തെ പാറ്റേൺ നോക്കിയിട്ട് ഒരു കേരള റാങ്കിൻ്റെ പ്രെഡിക്റ്റർ ഉണ്ടാക്കിയിട്ടുണ്ട്. കേരള റാങ്ക് പ്രെഡിക്റ്റർ. ഏകദേശം നമ്മളിപ്പോൾ ഡോപ്പയിലുള്ള കുട്ടികളുടെ റിസൾട്ട് ഉണ്ട്, ബാക്കി സ്ഥാപനങ്ങളിൽ നിന്നുള്ള റിസൾട്ടിൻ്റെ നമ്പറൊക്കെ അവർ പുറത്തു വിട്ടിട്ടുണ്ട്. അതൊക്കെ വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഏകദേശം റാങ്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. ഇത് വെറും പ്രഡിക്ഷൻ മാത്രമാണ്, പക്ഷേ നമുക്ക് ഏകദേശം മനസ്സിലാവും എൻ്റെ റാങ്ക് ഒരു 8000 അല്ലെങ്കിൽ 9000 ആയിരിക്കും, അല്ലെങ്കിൽ എൻ്റെ റാങ്ക് ഒരു 700-ൻ്റെയും 900-ൻ്റെയും നടുവിലായിരിക്കും എന്നുള്ളൊരു പ്രഡിക്ഷൻ കിട്ടും. ആ പ്രഡിക്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് വെച്ചാൽ ഏത് കോളേജ് അഡ്മിഷൻ കിട്ടും എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കുട്ടികൾക്ക് ഏകദേശം സജഷൻ കൊടുക്കാൻ വേണ്ടി പറ്റും. രണ്ടാമത്തെ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ റാങ്കാണ്. ഓൾ ഇന്ത്യ റാങ്ക് ഒരു 25,000 മുതൽ അങ്ങനെ തന്നെ കണക്ക് കിട്ടണേ, 27,000 വരെയൊക്കെയുള്ള കുട്ടികൾക്ക്. 27,000 ഒരു ഷുവർ ഷോട്ട് നമ്പർ അല്ല, പക്ഷെ എന്നാലും കുട്ടികൾക്ക് ഓൾ ഇന്ത്യ വൈസിൽ എവിടെയെങ്കിലും കിട്ടും. ഓൾ ഇന്ത്യയിൽ എവിടെയെങ്കിലും മിക്കവാറും നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള സംസ്ഥാനങ്ങൾ തമിഴ്നാട്, കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശൊക്കെയാണ് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ. ഇവിടെയൊക്കെ നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഈ 25,000 തന്നെ പറയുകയാണെങ്കിൽ ഒരു 18,000 മുതൽ 19,000 വരെയുള്ള കുട്ടികൾക്ക് അവർ ചോദിക്കുന്ന സ്റ്റേറ്റ് കിട്ടും 100%. എനിക്ക് തമിഴ്നാട് വേണമെന്ന് പറഞ്ഞാൽ തമിഴ്നാട് തന്നെ കിട്ടാൻ സാധ്യതയുണ്ട്. തമിഴ്നാട്ടിലെല്ലാ കോളേജും വെച്ച് കഴിഞ്ഞാൽ കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരു 22,000 വരെയൊക്കെയുള്ള കുട്ടികൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധ്യതയുണ്ട്. എന്താ വെച്ചാൽ ചോദിക്കുന്ന സ്റ്റേറ്റ് കിട്ടില്ലെങ്കിലും തൊട്ടപ്പുറത്തെ സ്റ്റേറ്റൊക്കെ കിട്ടും. നമുക്ക് തമിഴ്നാട് കിട്ടിയില്ലെങ്കിൽ കർണാടക കിട്ടും, അതില്ലെങ്കിൽ ആന്ധ്രാപ്രദേശ് കിട്ടും എന്നുള്ള രൂപത്തിലാണ്. പക്ഷേ 22,000-ൻ്റെ മുകളിലേക്കുള്ള ആൾക്കാർ, 22,000 പ്ലസ് ഉള്ള ആൾക്കാർ നല്ല ഹൈ റിസ്ക്കാണ്. അതായത് അവർക്ക് ഇങ്ങനെ എനിക്ക് തമിഴ്നാട് വേണം, കർണാടക വേണമെന്ന് ഓപ്ഷൻ വെച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്താവില്ല, സാധിക്കില്ല. അവരെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിർബന്ധമായിട്ടും എല്ലാ ഓപ്ഷനുകളും അവരുടെ പ്രിഫറൻസ് ഐ ഡി വെച്ചിട്ട് എല്ലാ കോളേജിൻ്റെ ഓപ്ഷൻ വെക്കണം. 22,000-ൻ്റെ മുകളിലേക്ക് റാങ്കുള്ള ആൾക്കാർ. അപ്പോൾ ഇവരൊരു ശരിക്കും ഒരു എന്താ പറയുക, ഇവരൊരു ഡേഞ്ചർ സോണിലാണ് ഈ 25,000 മുതൽ 27,000 വരെയുള്ള കുട്ടികൾ നിൽക്കുക. നല്ല കുട്ടികളാണ്. നമ്മൾ ഡോപ്പയിലെ കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് തന്നെ പഠിക്കാനുള്ള അവസരം കൊടുക്കാം. ഫുൾ 100% ഫ്രീ ആയിട്ട് തന്നെ 27,000-നുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് പഠിക്കാൻ മതി. അപ്പോൾ പൈസ മുടക്കൊന്നുമില്ല. ആ കുട്ടികളുടെ അടുത്തോടെ ഇപ്പം തന്നെ റെസിഡൻഷ്യലിൽ ജോയിൻ ചെയ്തിട്ട് അല്ലെങ്കിൽ ഓഫ്ലൈനിൽ ജോയിൻ ചെയ്തിട്ട് പഠിച്ചു തുടങ്ങാൻ വേണ്ടി പറയാം കൃത്യമായിട്ട് തന്നെ. ഒന്നും വിചാരിക്കണം, അത് നല്ല വിഷമം ഉണ്ടാവും. ഒരു നല്ല അധ്വാനിച്ചിട്ട് വക്കത്തെത്തി നിൽക്കുന്ന ബോർഡർ ലൈനിൽ നിൽക്കുന്ന മക്കളാണ്, നല്ല വിഷമം ഉണ്ടാവും. പക്ഷെ എന്നാലും അവരോട് അത് പഠിക്കാൻ വേണ്ടി തുടങ്ങാൻ വേണ്ടി പറയാമെന്നുള്ളത് തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. ഈ 27,000 താഴേക്കുള്ള കുട്ടികളില്ലേ, അവരുടെ സാധ്യതകൾ ഭയങ്കര കുറവാണ്. അപ്പോൾ 28,000 ഉള്ള ആൾ, 30,000 ഉള്ള 35,000 ഉള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ടാവും, കിട്ടുമായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട്. അവരോട് നമ്മൾ ഹോണസ്റ്റായിട്ട് തന്നെ പറയാം, നിങ്ങളൊന്നുകൂടെ ആലോചിച്ച് നോക്ക്, കിട്ടാനുള്ള നിങ്ങൾ വേറൊരു ഓപ്ഷനെ പറ്റി ആലോചിക്കുക, വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കും എന്നുള്ള രൂപത്തിലൊക്കെ പറയാൻ വേണ്ടി പറ്റും. സോ നമ്മുടെ സ്റ്റാഫ് മീറ്റിംഗ് സാധനങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി തിരിച്ചിട്ട് നമ്മുടെ കുട്ടികളെ കാണാൻ വേണ്ടിയിട്ട് പോകണം നമ്മുടെ റെസിഡൻഷ്യൽ ക്യാമ്പസിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഇവിടുത്തെ അക്കാഡമിക് ഹെഡ് ഉണ്ട് ഡോക്ടർ സജിൻ സെബാസ്റ്റ്യൻ. സജിനെയും കൂടെ കൂട്ടിയിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ സജിനെ കൂടെ കൂട്ടിയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് നമ്മളുടെ റെസിഡൻഷ്യൽ ക്യാമ്പസ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാം. സജിൻ സാർ എവിടെയെന്നുള്ളതായിരുന്നു നോക്കട്ടെ കേട്ടോ. സജിൻ സാർ പോവാം നമുക്കൊന്ന്. ശരി. സോ ഹായ്, നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഒന്ന് ഒരുമിച്ച് പോയിട്ട് നമ്മൾ ഇവിടുത്തെ കുട്ടികളെയൊക്കെ ഒന്ന് കണ്ട് ജസ്റ്റ് ഒന്ന് ഇൻസ്ട്രക്ഷൻസ് സാധനങ്ങളെല്ലാം കൊടുത്തിട്ടൊന്ന് പോകാം. ഇതിനുവേൽ ഞാൻ ഈ ക്യാമറ സജിൻ സാറിനെ തന്നെ ഏൽപ്പിക്കാം. സാറ് കൈ പിടിച്ചോളൂ, ഞങ്ങൾക്ക് ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് പോകാനും പറ്റും. ആഷിഖ് ഡോക്ടർ, നമ്മുടെ കുട്ടികൾ പൊതുവേ ഈ വർഷം ചോദിക്കുന്നൊരു കാര്യം, എക്സാം ടഫ് ആയതുകൊണ്ടും കൂടെ ഒരു വർഷം കൂടെ റിപ്പീറ്റ് ചെയ്യുന്നതൊരു റിസ്ക് ആണോ, അതോ അത്ര താല്പര്യമില്ലാത്ത എന്നാൽ ഇപ്പോൾ ഉള്ള സ്കോർ വെച്ച് കിട്ടുന്ന കോഴ്സിന് ജോയിൻ ചെയ്യുന്നതാണോ കൂടുതൽ റിസ്ക്? ഏതാണ് കൂടുതൽ?
എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കൺഫ്യൂഷൻ. ഭയങ്കര പേഴ്സണൽ ആയിട്ടുള്ളൊരു ഡിസിഷൻ ആണെന്നുള്ളതാണ് എനിക്ക് എപ്പോഴും പറയാനും. ഞാൻ കുട്ടികളോടൊക്കെ അങ്ങനെ പറയില്ല, വെറുതെ പോയിട്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാന്നുള്ളൊരു ഓപ്ഷൻ എപ്പോഴും ശരിയായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. ചുമ്മാ ചെയ്യേണ്ട ഒരു കാര്യമല്ല റിപ്പീറ്റ്. അതിപ്പം എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. നമുക്കെന്താണെന്ന് വെച്ചാൽ ഞാൻ ആ റിപ്പീറ്റ് എന്നുള്ള വാക്ക് തന്നെ അങ്ങ് മാറ്റിയാലോ എന്ന് ആലോചിക്കുന്നത്. കുറച്ച് കാൽക്കുലേറ്റഡ് അറ്റംപ്റ്റ് എന്നാക്കി മാറ്റിയാലോ എന്നുള്ളതാണ്. കാരണം വെച്ചാൽ നമുക്കിങ്ങനെ കൃത്യമായിട്ടൊരു പ്ലാനിങ് വേണം. എന്തുകൊണ്ട് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയില്ല നമ്മളെ പ്രിപ്പറേഷൻ. നമ്മളിപ്പോൾ മാർക്ക് കിട്ടിയ ആൾക്കാരെല്ലാവരും ഒരു 400 മുകളിലേക്കൊക്കെ മാർക്ക് കിട്ടിയ ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് അധ്വാനിച്ച ആൾക്കാരാണ്. അധ്വാനിക്കാതെ 400 കിട്ടത്തില്ല എന്നുള്ള കാര്യം വളരെ നല്ലോണം അറിയാം. പക്ഷേ ആ അധ്വാനത്തിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ കുറച്ച് മാറിപ്പോയി. ഇപ്പോൾ ഈ പുഴയിലൊക്കെ നീന്തുന്ന പോലെയാണ്. ഇപ്പോൾ ഒഴുക്കിനെതിരെയാണ് നമ്മൾ നീന്തെങ്കിൽ ഭയങ്കരമായിട്ട് അധ്വാനിച്ചാൽ നമ്മളൊരു പൊടി മുന്നോട്ട് പോയില്ല. നമ്മുടെ ആംഗിൾ ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറേ അധികം മുന്നോട്ട് ട്രാവൽ ചെയ്യാനുള്ള ഓപ്ഷൻസും പോസിബിലിറ്റീസൊക്കെ നമുക്ക് വരുകയും ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇത്രയേ പറയാനുള്ളൂ. നമ്മുടെ മിസ്റ്റേക്സൊക്കെ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതൊക്കെ പരിഹരിക്കാനായിട്ട് വേണം നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു എക്സ്പേർട്ടായിട്ടുള്ള ഒരു നീറ്റ് കോച്ച് നമ്മുടെ അടുത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മുടെ ഡീനായിട്ടൊക്കെ അതിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള സാധനങ്ങളാണ്. അത് ചെയ്തതിന് ശേഷം റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. റിപ്പീറ്റ് തീർച്ചയായിട്ടും നല്ലൊരു ഓപ്ഷനാണ്. കാരണം നമുക്ക് ഈ ആൾക്കാർ ഏജ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ നമ്മളിങ്ങനെ കാണേണ്ടത് എന്താ വെച്ചാൽ 20 മുതൽ 21 വയസ്സ് വരെ അല്ലെങ്കിൽ 18 മുതൽ 19 വരെ എന്നുള്ള ഒരു വർഷമായിട്ടല്ല നമ്മൾ കാണേണ്ടത്. നമ്മുടെ ടോട്ടൽ ഒരു ലൈഫ് സ്പാൻ ഒരു 70-75 വയസ്സിനകത്തുള്ള ഒരു കൊല്ലം എന്നുള്ള രൂപത്തിലേക്ക് നമ്മൾ കണ്ടത്. ഒരു 10 മാസം എന്നുള്ള രൂപത്തിൽ കാണുമ്പോൾ ചിലപ്പോൾ ഇനി അങ്ങോട്ടേക്കുള്ള ഒരു 10, 35, 40 വർഷം നമ്മൾ കുറച്ചും കൂടി സാറ്റിസ്ഫൈയിങ് ആയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഈ ഒരു സാധനം സഹായിക്കുന്നുണ്ടെങ്കിൽ നല്ല ഓപ്ഷനാണെന്നാണ്. പക്ഷേ കാൽക്കുലേറ്റഡ് ആയിട്ട് മാത്രം ചെയ്യണം എന്നുള്ളതാണ്. കിട്ടുന്ന ഏതെങ്കിലും ഒരു കോഴ്സിന് പിന്നാലെ പോകുക എന്നുള്ളത് ശരിക്കും സൂയിസൈഡില്ല. ആ കോഴ്സാണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കി താല്പര്യം ഉണ്ടെങ്കിൽ അതിനകത്തേക്ക് പോവുക. അല്ലാന്നുണ്ടെങ്കിൽ താല്പര്യമില്ലാത്ത സാധനമാണെങ്കിൽ വെറുതെ പോയി തല വെച്ചിട്ട് ചില ആൾക്കാരുണ്ട് ഒരു കോഴ്സ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് പുറത്ത് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ആലോചിക്കുന്ന ആൾക്കാരുണ്ട്. അതൊരു മണ്ടത്തരാണെന്നുള്ളതാണ്. കോഴ്സ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ജീവിക്കാൻ വേണ്ടിയിട്ടും അത് ചെയ്യാനായിട്ടും നമ്മൾ തന്നെ ശ്രമിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ളൊരു ഒപ്പീനിയൻ. സജിൻ സാറിന് അത് തോന്നുന്ന കാര്യം പറയാം. അതെ, എനിക്കും ഇതേ സെയിം കാര്യങ്ങൾ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. നമ്മുടെ കുട്ടികൾ ചോദിച്ചു വരുമ്പോഴും ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞത്. വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, നമ്മുടെ കുട്ടികൾ തന്നെ കുറച്ച് പേരൊക്കെ ഇങ്ങനെ ഒരു സംശയം പോലെ പറയുന്നുണ്ട്. ഇപ്പം ഇവിടെ ഡോപ്പ തൃശ്ശൂർ സെൻറ്ററിലാണ് അവർ. ഡോപ്പയുടെ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് കോഴിക്കോടാണ്. അപ്പം കോഴിക്കോട് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും സ്പെഷ്യൽ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നുണ്ടോ? നമുക്കിവിടെ തൃശ്ശൂർ സെൻറ്ററിൽ കിട്ടാത്ത എന്തെങ്കിലും അവിടെ കിട്ടുന്നുണ്ടോ? ശരിക്കുണ്ടല്ലോ, ഇതൊരു പൊതുബോധമാണ് കേട്ടോ. എല്ലാ കാര്യത്തിലും കുറേയധികം കാര്യങ്ങളിൽ നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്ന നിരന്തരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് സാധനം. നമ്മൾ പെരിഫറിയിലേക്ക് പോകുമ്പോൾ മോശമാകുമോ എന്നുള്ള കാര്യം. ഇതിപ്പോൾ ഞാൻ ഈ സ്ഥാപനത്തിൻ്റെ ഫൗണ്ടറായിട്ട് അല്ലെങ്കിൽ ഡയറക്ടറായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പാൻ ഇന്ത്യ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇനീഷ്യലി നമ്മൾ കേരള, സൗത്ത് ഇന്ത്യ ആൻഡ് ലേറ്റർ ഓൺ ഇതൊക്കെ ഒരു 10, 15, 20 വർഷം എടുത്തിട്ട് മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് നല്ലോണം അറിഞ്ഞിട്ട് അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ സ്ഥാപനം തുടങ്ങുകയും വർക്ക് ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിലുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ പാൻ ഇന്ത്യ പോകണം എന്നുള്ളതാണ്. അപ്പോൾ കോഴിക്കോട് നിന്നിട്ട് തൃശ്ശൂരുള്ളൊരു സെൻറ്ററിന് ഈക്വൽ സർവീസ് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ പാൻ ഇന്ത്യ പോകുക എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മളൊരു കാഴ്ചപ്പാടിലുള്ള സാധനം ദൂരെയുള്ള സെൻറ്ററുകൾക്ക് കൂടുതൽ കെയർ കൊടുക്കുക എന്നുള്ളൊരു സാധനമാണ്. ഇപ്പോൾ നമ്മുടെ വെള്ളിപറമ്പിലുള്ള ഹെഡ് ഓഫീസിന് തൊട്ടടുത്തൊരു ക്യാമ്പസ് ഉണ്ട്, വളരെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ക്യാമ്പസ് ഉണ്ട്. ആ ക്യാമ്പസിൽ പോകുന്നതിനേക്കാൾ കൂടുതൽ പുറത്തുള്ളൊരു ക്യാമ്പസിൽ പോവുക, കൂടുതൽ സർവീസുകൾ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു സാധനം. കാരണം വെച്ചാൽ ഇത് നിങ്ങൾ നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗത്തു നിന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. കാരണം നമുക്കിത് എക്സ്പാൻഡ് ചെയ്ത് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള സർവീസുകളായിരിക്കണം കൂടുതലാക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് വെനെവർ പോസിബിൾ തൃശ്ശൂരുള്ള ആൾക്കാർക്ക് കൂടുതൽ സർവീസ് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു എയിം ഉള്ളത്. 1-2 വർഷം കൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ഈ സംശയത്തിനൊക്കെ മറുപടി പറയിപ്പിക്കണം എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ മാക്സിമം സർവീസ് നമുക്ക് കിട്ടുന്നുണ്ട്, എല്ലാ സാധനങ്ങളും ഈക്വലിയാണ് അവൈലബിൾ ആവുന്നത് എന്നുള്ള ഒരു സാധനം, ഒരു ട്രാക്ക് റെക്കോർഡ് തന്നെ അങ്ങനെ പറയാൻ വേണ്ടി പറ്റും. 3, 4, 5 വർഷത്തെ വർക്ക് കൊണ്ട് ആ ഒരു ട്രാക്ക് റെക്കോർഡ് ഉണ്ടാക്കി പ്രൂവ് ചെയ്ത് കാണിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ്. തീർച്ചയായിട്ടും ക്വാളിറ്റിക്കോ മറ്റു കാര്യങ്ങൾക്കോ ഒരു വ്യത്യാസവും വരാതെ പറ്റുകയാണെങ്കിൽ കുറച്ച് കൂട്ടി ഇടാനുള്ള ഒരു കാര്യമായിരിക്കും നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ടാവുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്, വീഡിയോയിൽ പറയാനുള്ളൊരു കാര്യം. നമുക്ക് ക്യാമ്പസിനുള്ളിൽ കയറിയിട്ട് കുട്ടികളെ എനിക്കൊന്നും കറക്റ്റ് ഇപ്പോൾ തന്നെ 1 മണിയായില്ലേ, ഭക്ഷണം കഴിക്കുന്ന സമയമാണ്. നമുക്ക് കുട്ടികളെ പെട്ടെന്ന് ക്ലാസ്സിൽ കയറിയിട്ട് അവർ കഴിക്കുന്ന സമയത്ത് അവരുടെ കൂടെ ഇരുന്നിട്ട് അങ്ങ് പറയാം. ഓണാക്കി ഇറങ്ങല്ലേ, സ്വിച്ച് മാറിപ്പോയതറിയില്ലേ. സോ ഗൈസ്, ഇതാണ് നമ്മളെ തൃശ്ശൂർ ക്യാമ്പസ്. ഇത് ആക്ച്വലി കുട്ടികൾ താമസിക്കുന്ന സ്ഥലം തന്നെയാണ്. എല്ലാ റെസിഡൻഷ്യൽ ടൂറിലും നമ്മൾ പറയുന്ന സെയിം സാധനം തന്നെയാണ്. ഇവിടെ താമസിക്കുന്നുണ്ട്. ഇതിൻ്റെ നേരെ മേളിലാണ് ക്ലാസ് റൂമും സ്റ്റഡി ഹാളും എല്ലാ സാധനങ്ങളും ഉണ്ടാവും. അപ്പോൾ അവിടെ ഇരുന്ന് ഫുൾ ടൈം പഠിക്കാൻ വേണ്ടി പറ്റും. 24 hour യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന സാധനമാണ്. കുട്ടികളെ കണ്ട് കുറച്ച് കാര്യങ്ങൾ, ഇവരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാച്ചിൽ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. സംസാരിച്ചിട്ട് വരാം. നിങ്ങളൊന്ന് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് വന്നായിരുന്നു. എല്ലാ ദിവസവും ഇങ്ങനെ, എടാ നിങ്ങൾ ക്യാമറ വെക്കുമ്പോൾ രാവിലത്തെ മോർണിംഗ് മീറ്റിംഗ് ഈ സൈഡിലാണോ ക്യാമറ വെക്കുക?
നിങ്ങളെ മാത്രമേ കണ്ടുള്ളൂ, ഞങ്ങളൊക്കെ കണ്ടിട്ടില്ല ഇതുവരെ. ഇത്തരം ആൾക്കാരല്ല ഇരിക്കി. നമ്മളൊരു സ്ഥലത്ത് വന്നു, ഒരു സാധനം ചെയ്യാൻ വേണ്ടി പോവാണ്. ആ ചെയ്യാൻ വേണ്ടി പോകുന്ന സാധനം ഇപ്പോൾ ഡ്രസ്സ് എടുക്കുമോ അല്ലെങ്കിൽ ഐസ്ക്രീം കഴിക്കുമോ അല്ലെങ്കിൽ പിന്നെ ഗോൾഡിൻ്റെ ഓർണമെൻറ്റ് വാങ്ങാനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്കത് ഇഷ്ടപ്പെടുമായിരിക്കും. കാരണം നമുക്കും കൂടി താല്പര്യമുള്ള എളുപ്പമുള്ള കുറച്ച് സന്തോഷം കിട്ടുന്ന സ്ഥലമല്ലേ, കാര്യമല്ലേ? ആണോ? നീറ്റ് കിട്ടണ സന്തോഷം കിട്ടുന്ന കാര്യമാണോ? നീറ്റ് കിട്ടണ നല്ല സന്തോഷമുണ്ട്. പക്ഷേ നീറ്റിന് പഠിക്കണതോ അത്രയ്ക്ക് സന്തോഷം തോന്നില്ലല്ലേ, കുറച്ച് കഷ്ടപ്പാടുള്ള സാധനമാണ് അല്ലേ. നമ്മൾ ഒരു പുതിയ സ്ഥലത്ത് വന്നിട്ട് ഒരു കഷ്ടപ്പാടുള്ള സാധനം ചെയ്യുന്ന സമയത്ത് അത് ഇഷ്ടപ്പെടാനാണോ ഇഷ്ടപ്പെടാതിരിക്കാനാണോ സാധ്യത കൂടുതൽ? ഇഷ്ടപ്പെടാതിരിക്കാൻ. ആ ഒരു ബുദ്ധി നമ്മളെ കൃത്യമായിട്ട് ആലോചിക്കണോട്ട് എപ്പോഴും. വെച്ചാൽ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്നല്ല, നിങ്ങൾ എവിടെ പോയി കഴിഞ്ഞാലും അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോണതെങ്കിൽ അത് ഇഷ്ടപ്പെടാതിരിക്കാനാണ് കൂടുതൽ സാധ്യതയുള്ളത്. അപ്പോൾ നമ്മൾ പറയുകയാണ് എനിക്ക് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ഇഷ്ടപ്പെടില്ല. നമുക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ എന്താ വെച്ചാൽ കുറച്ച് കഷ്ടപ്പെട്ടിട്ട് നമ്മൾ ഇഷ്ടപ്പെടാൻ നോക്കണം. ഇനീഷ്യൽ ബാരിയറാണ് ഓൾമോസ്റ്റ് അങ്ങനെയാണ്. ഇനീഷ്യൽ ഈ പാഷൻ അഫെക്ഷനൊക്കെ അത്രത്തോളം ഉണ്ടാവുമായിരിക്കുമോ? ഉണ്ടാവില്ല. വൺസ് വി സ്റ്റാർട്ടഡ് നമ്മൾ അതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കുക എന്നുള്ളത്, ഇഷ്ടപ്പെടാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് നമ്മുടെ ഭാഗത്ത് നിന്ന് വേണ്ട നിർബന്ധമായിട്ടുള്ളൊരു സാധനമാണ്. എന്ത് കാര്യം അങ്ങനെ നമുക്ക് വെറുപ്പോട് കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തൊരു പൂർണ്ണമായിട്ടൊരു വിജയം കിട്ടാൻ ഭയങ്കര പാടാണ്. അത്രയേ ഉള്ളൂ. നിങ്ങളിപ്പോൾ തുടങ്ങി കുറച്ച് ദിവസമായിട്ടുള്ളൂ, 2 ആഴ്ച കംപ്ലീറ്റ് ആവുന്നു അല്ലേ? 2 ആഴ്ച കംപ്ലീറ്റ് ആവുന്നു. ഒരു 3 അല്ലെങ്കിൽ 4 ആഴ്ച എടുക്കും നമ്മൾ അതിനകത്തേക്ക് ബ്ലെൻഡ് ആവാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക്. ഇപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ചാപ്റ്റേഴ്സൊക്കെ ഇപ്പോൾ എടുക്കുന്ന ചാപ്റ്റേഴ്സിൻ്റെയൊക്കെ പ്രത്യേകത എന്താ? ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സാണോ ഫിസിക്സിൻ്റെ? ആണോ? അല്ല. ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ് ഫിസിക്സിൽ ഏതാ വരിക? മോഷൻ. ഇപ്പോൾ 1 ഡയമെൻഷണൽ മോഷൻ, 2 ഡയമെൻഷണൽ മോഷൻ, ലോസ് ഓഫ് മോഷൻ, വർക്ക്, എനർജി, പവർ, റൊട്ടേഷൻ, ഇലക്ട്രിസിറ്റി, ഇലക്ട്രോസ്റ്റാറ്റിക്സ്, മാഗ്നറ്റിക്സ്, ഒപ്റ്റിക്സ്, ഇതൊക്കെയല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം. ഇതൊക്കെ നിങ്ങൾക്കൊരു ഓഗസ്റ്റിൽ എടുക്കുള്ളൂ. ജൂൺ കഴിഞ്ഞ് ജൂലൈയും കൂടി കഴിഞ്ഞ് ഓഗസ്റ്റിലാണ് നമ്മൾ ആ ചാപ്റ്റർ തുടങ്ങുള്ളൂ. വൈ? ബിക്കോസ് നമുക്ക് ഈ ഒരു സമയത്ത് നമ്മുടെ സ്റ്റഡി ടെക്നിക്സ് കാര്യങ്ങൾ പ്രോപ്പർ ആക്കലാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം ഇപ്പോൾ നിങ്ങളെ പോയിട്ട് നമ്മളിപ്പോൾ ഒരു ഇലക്ട്രിസിറ്റി പഠിപ്പിച്ചു അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ മേ ബി നിങ്ങളിപ്പോൾ സ്കൂളിൽ പഠിക്കുന്നത് പോലെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിച്ചു വയ്ക്കും. സ്കൂളിൽ പഠിക്കുന്ന പോലെ തന്നെ പഠിച്ചിട്ട് കാര്യം ഉണ്ടാവും? ഇതിനകത്ത് അധികം വലിയ കാര്യം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അപ്പോൾ നമുക്കത് മതി. നമുക്കിപ്പോൾ സ്കൂളിൽ നമ്മുടെ സ്റ്റഡി ഹാബിറ്റ്സിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? കുറച്ച് ടൈം വേണം. ആ ടൈമാണ് നമുക്ക് ടൈം വേണം. എല്ലാ സാധനവും ടൈം എടുത്തിട്ടേ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൂ. 2 ആഴ്ച 3 ആഴ്ച 4 ആഴ്ചയൊക്കെ സമയം എടുത്ത് കഴിയുമ്പോൾ സമയം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൂ? ഹാബിറ്റ്സ് ഒന്ന് ചേഞ്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇന്ന് മുതൽ തന്നെ നിങ്ങളുടെ പുതിയ ഹാബിറ്റിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ട്രയൽ ഇങ്ങനെ എടുത്തു പോയി കഴിഞ്ഞാൽ ഒരു 3 ആഴ്ച നമ്മളത് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ആ പുതിയ ഹാബിറ്റിലേക്ക് നമ്മളെന്താവും? ബ്ലെൻഡായി വരും. നമ്മുടെ ഓൾഡ് ഹാബിറ്റ്സ്, ഓൾഡ് സ്റ്റഡി ഹാബിറ്റ് തന്നെ നമുക്ക് ഉണ്ടാവില്ല അല്ലേ? നമ്മളങ്ങനെ സ്ഥിരമായിട്ട് പഠിച്ചൊക്കെ ശീലമുണ്ടോ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ? എക്സാമിനോട് അടുപ്പിച്ചോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സമയത്തൊക്കെ നമ്മളിങ്ങനെ ഓടി പിടിച്ച് ലൈവോ മാരത്തൺ ലൈവോ ഒക്കെ കണ്ട് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ പഠിച്ച് അങ്ങനെയൊക്കെ പോയി നമ്മൾ പരീക്ഷ എഴുതുക. അവിടെ നിന്ന് വെച്ച് കുറച്ചും കൂടി സിസ്റ്റമാറ്റിക് ആയിട്ട്, ഞാൻ ഇങ്ങനെ പറയാം, വി ഹൗ ടു ബി വെൽ സിസ്റ്റമാറ്റിക്, നല്ല ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസില്ലേ. ഇപ്പോൾ രാവിലെ എണീറ്റ് ക്ലാസ് റൂമിലേക്ക് എത്തുക എന്ന് പറയുന്നൊരു കാര്യം, ഇൻ്റർവെൽ സമയത്ത് ഇൻ്റർവെല്ലിന് ബെല്ലടിക്കുന്നതിന് തൊട്ട് മുന്നേ ക്ലാസ് റൂമിലേക്ക് തിരിച്ചെത്തുക എന്ന് പറയുന്നത്, ടൈം വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്ന കാര്യങ്ങൾ, ഡെയിലി പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഇല്ലേ. ഈ ഓരോ കാര്യങ്ങളും ഇങ്ങനെ അഗ്രിഗേറ്റിൽ കൂട്ടി എടുത്തിട്ടാണ് നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്ന വലിയ സാധനം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഓരോ ചെറിയ ഫാക്ടറും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഓർക്കുക. നിങ്ങളുടെ സ്റ്റുഡൻറ്റ് കലണ്ടറിലുള്ള മോണിറ്ററിങ് റെഗുലറായിട്ട് തന്നെ എഴുതി വയ്ക്കുക. സ്റ്റുഡൻറ്റ് കലണ്ടറിൽ 5 കോളല്ലേ നിങ്ങൾക്കുള്ളത്? ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, അവേഴ്സ് സ്പെൻഡ് അല്ലേ? ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കോളം അവേഴ്സ് സ്പെൻഡ് ഫോർ ക്വസ്റ്റ്യൻ പ്രാക്ടീസാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എത്ര ആക്കണം നമുക്കത്? മിനിമം 5 ആക്കാൻ തുടങ്ങണം. ഇപ്പോൾ 3, 3.5, അത് കുറച്ചും കൂടി സമയം മിനിറ്റ് വെച്ച് എഴുതണേ. 3 മണിക്കൂർ 10 മിനിറ്റ്, 3 മണിക്കൂർ 15 മിനിറ്റ്, 3 മണിക്കൂർ 14 മിനിറ്റ്, അങ്ങനെ തന്നെ എഴുതാൻ നോക്കണം. കുറച്ചും കൂടി പ്രിസൈസ് ആയിട്ട്. ചുമ്മാ 3 മണിക്കൂർ 45 മിനിറ്റിന് 4 മണിക്കൂറിന് എഴുതരുത്. 3 മണിക്കൂർ 45 മിനിറ്റ് തന്നെ എഴുതണം. എന്നിട്ട് അത് വെച്ചാൽ അതിൽ നമ്മൾ ഓരോ ദിവസം ഒരു 5 മിനിറ്റിൻ്റെയോ 10 മിനിറ്റിൻ്റെയോ ഒക്കെ വർദ്ധനവ് ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി നോക്കുക. കാരണം എന്താ വെച്ചാൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസിൽ നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്നത് വളരെ ഡിഫറൻ്റ് ആയിരിക്കും. നിങ്ങളുടെ കൂട്ടത്തിൽ 150 ചോദ്യം ചെയ്യുന്ന കുട്ടി ഉണ്ടാവും, 50 ചോദ്യം ചെയ്യുന്ന കുട്ടി ഉണ്ടാവും, 250 ചോദ്യം ചെയ്യുന്ന കുട്ടി ഉണ്ടാവില്ലേ? അതെന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാ? നിങ്ങളുടെ പ്രീവിയസ് പ്രാക്ടീസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ സാധനം വരുന്നുണ്ടാവുക. പക്ഷേ 5 മണിക്കൂർ പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധ്വാനിക്കുന്ന കുട്ടിയാണ്. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ഒരാൾ അധ്വാനിക്കോ ഇല്ലയോ എന്ന് പറയാൻ പറ്റില്ല. കാരണം ചില ആൾക്കാർ 1 മണിക്കൂർ കഷ്ടപ്പെട്ടാൽ 10 ക്വസ്റ്റ്യനെ ചെയ്യാൻ പറ്റുള്ളൂ, 5 മണിക്കൂർ ഇത് 50 ക്വസ്റ്റ്യനെ ചെയ്യാൻ പറ്റുള്ളൂ. വേറൊരാൾ 2 മണിക്കൂർ 150 ചോദ്യം ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ 150 50 വെച്ചിട്ട് 150 ചെയ്യുന്നവൻ അധ്വാനിക്കുന്നവനും മറ്റവൻ അധ്വാനിക്കാത്തവനെന്ന് പറയാൻ വേണ്ടി പറ്റുമോ? പറ്റില്ല. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ദ ടൈം സ്പെൻഡ് ഫോർ ക്വസ്റ്റ്യൻ പ്രാക്ടീസ്. അത് ഒരു 5 അവേഴ്സിൻ്റെ മേളിലേക്ക് റെഗുലറായിട്ട് കീപ്പ് ചെയ്യുക. ശരി. പിന്നെ വേറെ കാര്യങ്ങൾ പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങളിരിക്കുന്ന ക്ലാസ് റൂമിൻ്റെ ഡിസൈൻ, ക്ലാസ് വരുന്നതിൻ്റെ സ്പീഡ്, വീഡിയോസ് വരുന്നതിൻ്റെ സ്പീഡ്, ക്ലാസ് എടുക്കുന്നതിൻ്റെ ഫ്രീക്വൻസി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ 3-4 വർഷമായിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട്.
ഓൾറെഡി നമ്മൾ തന്നെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനീഷ്യലി ഫസ്റ്റ് ഇയറിലാണ് നമ്മളിങ്ങനെയൊക്കെ ക്ലാസ്സൊക്കെ നടത്തുന്നതെങ്കിൽ നമുക്ക് തന്നെ കൺഫ്യൂഷനാണ്, ശരിയാവുമായിരിക്കുമോ തീരുമായിരിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ. പെർഫെക്റ്റ്ലി തീരും. നിങ്ങളുടെ ക്ലാസ് നമുക്ക് ഈ പറയുന്ന ഒരു ഡിസംബർ പകുതി കഴിയുമ്പോഴത്തേക്കും, ഡിസംബർ പകുതി കഴിഞ്ഞ് ക്രിസ്മസ് വെക്കേഷനൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ക്ലാസ്സുകൾ ചാപ്റ്റേഴ്സ് മൊത്തം തീർക്കാൻ വേണ്ടി പറ്റും. ടീം നന്നാവണം എങ്കിലേ ഞാൻ രക്ഷപ്പെടണം എന്നുള്ളതാണ് തോട്ട്. പ്രധാനമായിട്ട് തോട്ടാലോചിച്ചൊക്കെ എനിക്ക് കപ്പ് കിട്ടണം എന്നുള്ളതല്ലേ പ്രധാന തോട്ട്. എനിക്ക് കപ്പ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ മാത്രം പ്രാക്ടീസ് ചെയ്താൽ മതിയോ? പിന്നെ ടീമിലെല്ലാവരും ഒരേമാതിരി പ്രാക്ടീസ് ചെയ്യണം അല്ലേ? ഇത് മനസ്സിലാക്കിയാൽ മതി. ഇതൊരു ടീം ഗെയിമാണ്. നമുക്ക് തോന്നുന്നു ഇൻഡിവിജ്വലി അവരൊക്കെ എന്തെങ്കിലും ചെയ്തോട്ടെ, ഞാൻ ഇവിടെ നിന്ന് പഠിച്ച് ഞാൻ മാത്രം റാങ്ക് കിട്ടി രക്ഷപ്പെട്ടു കിട്ടൂല. വെറുതെ വിചാരിക്കേണ്ട. നിങ്ങൾ റൂമിലിരിക്കുന്ന ആൾക്കാരെല്ലാവരും ഒറ്റ ടീമായിട്ട് തന്നെ കണക്കൂട്ടുക. നിങ്ങളിപ്പോൾ ഇൻ്റർവെല്ലിന് ഇപ്പോൾ 2 മണി, ഇപ്പോൾ 1:30, 2 മണിക്ക് തിരിച്ച് കയറണം. 1:55 മതി വാ പോയിരുന്ന് പഠിക്കാം. മനസ്സിലായോ? തിരിച്ച് നിങ്ങൾ തന്നെ വിളിച്ചുകൊണ്ട് വന്നിരുന്ന് പഠിക്കാൻ വേണ്ടി പറ്റണം. ഇൻ്റർവെല്ലിന് പോയി ചായ കുടിക്കാൻ വേണ്ടി ചായ കുടിച്ചു, കുറേ വർത്താനൊക്കെ ആയി, അത് പോയിക്കോ, എല്ലാവരും ഒന്ന് പോയി പഠിച്ചോ. ഇന്ന് ഇത്ര ടോപ്പിക്ക് തീർക്കാനുണ്ട്, ഇത്ര ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്, എത്ര മണിക്കൂറായി. ഓരോരുത്തരുടെയും ഡെയിലി കലണ്ടറൊക്കെ നിങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും റിവ്യൂ ചെയ്യുക. അതെന്താന്ന് 3 മണിക്കൂർ, ഇന്നലെ 4 മണിക്കൂർ പ്രാക്ടീസ് ചെയ്താണല്ലോ, ഇന്നങ്ങനെ 1 മണിക്കൂർ കുറഞ്ഞു പോയി, കൂട്ടാണ്ട് നാളെ കൂട്ടിക്കോ എന്നുള്ള രൂപത്തിൽ നിങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. വേറെ ഇൻസ്ട്രക്ഷൻസോ വേറെ മാജിക്കൊന്നും ഇല്ല ഇവിടെ. നിങ്ങൾ ഹൗ യു ആർ ആസ് എ ടീം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റില്ല എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം. ഇത് നമ്മൾ അങ്ങോട്ട് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന മെച്ചം എന്താണെന്നറിയോ? നമ്മളെ തന്നെ ഓർമ്മപ്പെടുത്തുക ഇങ്ങനെയാട്ടോ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ. നിങ്ങളൊരു 10 കൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഒരു ഗെറ്റ് ടുഗദർ വെക്കുന്ന ആലോചിച്ചേക്ക്. ഡിഫറെൻറ്റ് മെഡിക്കൽ കോളേജുകളിലും ഡിഫറെൻറ്റ് പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആയിട്ട് തിരിച്ചു വരുന്ന ആലോചിക്ക്. ഇപ്പോൾ മറ്റേ അമ്മിഞ്ഞ കുഞ്ഞിങ്ങനെ വന്ന ആൾക്കാർ കുറേ പേരുണ്ടെന്നുള്ളതാണ്. പക്ഷേ ഈ ഫ്യൂച്ചറിൽ വി ഹാവ് ടു കം ആസ് എ ടീം. വലിയൊരു ടീമായിട്ട് നമ്മൾ തിരിച്ചു വരണം. വേണ്ടേ? അങ്ങനെ ടീമായിട്ട് തിരിച്ചു വരണമെങ്കിൽ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് നേടിയെടുത്ത വിജയം എന്നുള്ളൊരു സാധനമില്ലേ, ആ സാധനം വേണം. ഉറപ്പാണല്ലോ അല്ലേ? എനിക്ക് വേണ്ടത് എന്താണെന്നറിയോ? വാട്ട് ഐ വാണ്ട്, ശരി പറയും, എന്നെ മാറ്റിയെടുത്ത് ഡോപ്പാന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടെന്ന് വിചാരിക്കും. ഇൻസ്റ്റിറ്റ്യൂട്ടിന് എന്താ ശരിക്കും വേണ്ടത്? അടുത്ത വർഷത്തേക്ക് ആത്മാർത്ഥമായിട്ട് പറയണം. റിസൾട്ട് എന്തിനാണ് നമുക്ക് റിസൾട്ട് വേണ്ടത്? നമുക്ക് റിസൾട്ട് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് പറ്റും? ആകെപ്പാടെ പണി പാളി അല്ലേ? ഉറപ്പല്ലേ? പണി പാളി എന്ന് ഉറപ്പല്ലേ? നമുക്കപ്പോൾ എന്താ വേണ്ടത്? റിസൾട്ട്. നിങ്ങൾക്ക് എന്താ വേണ്ടത്? റിസൾട്ട്. സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മൾ രണ്ടുപേരും ഒരു ടീമാണോ ഓപ്പോസിറ്റ് ടീമാണോ? ഒരേ ടീമാണ്. എനിക്ക് വേണ്ടത് റിസൾട്ടാണ്, നിങ്ങൾക്ക് വേണ്ടതും റിസൾട്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ രണ്ടുപേരും കളിക്കുന്ന കളി ഒരേ സൈഡിൽ നിന്നിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് നമ്മൾ കളിക്കുന്നുണ്ടാവുക. സോ ഒരുമിച്ച് നിൽക്കുക. അപ്പോൾ നമ്മളീ പറയുന്ന ഒരു കാര്യവും നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് പറയില്ല. നിങ്ങളെ ബുദ്ധിമുട്ടുണ്ടാക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് കൊളാക്കാനോ വേണ്ടിയിട്ട് ഈ സാധനം നമ്മൾ ചെയ്യോ? നിങ്ങൾക്ക് കിട്ടാവുന്നതിൻ്റെ മാക്സിമത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പരിപാടി. ആ ഒരു സാധനത്തിൽ നമ്മൾ ഒരുമിച്ചൊരു സ്നേഹബന്ധത്തിൽ പവറാക്കി മുന്നോട്ട് പോകണം. സോ ഗൈസ്, ഇതാണ് നമ്മുടെ തൃശ്ശൂർ റെസിഡൻഷ്യൽ ക്യാമ്പസ്. കുട്ടികളിരുന്ന് പഠിക്കുന്ന സ്ഥലമാണ്. ഒറ്റ കാര്യമുള്ളൂ, ഈ ഒരു ക്യാമ്പസ് നമ്മുടെ സൗത്ത് കേരളയിലുള്ള കുട്ടികൾക്ക് ഏറ്റവും ആക്സസബിൾ ആയിട്ടുള്ള സ്ഥലമാണ് നമ്മളെ സംബന്ധിച്ച്, ഡോപ്പേനെ സംബന്ധിച്ചിട്ടുള്ളൊരു സാധനം. അപ്പോൾ ഇന്ന് വന്നപ്പം ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാണ് സജിൻ സാറിനെ കിട്ടിയത്. ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇതിലേക്കുള്ള അഡ്മിഷൻസ് കണ്ടിന്യൂയിങ് ആണ്. ഒരു അഡ്മിഷൻ ഡ്രൈവ് നടക്കുന്നുണ്ട്. തൃശ്ശൂർ സെൻറ്ററിലേക്ക് കണക്ട് ചെയ്താൽ മതി, നമുക്ക് അവിടെ നിന്ന് കാണാൻ വേണ്ടി പറ്റും. സോ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.